ബോധത്തിന്റെ വികാസമാണ് ആവശ്യം. അതെല്ലായ്പ്പോഴും ഓർമ്മിക്കുക. ആ വികാസത്തോടെ നിങ്ങളും വികസിക്കും. ഒരുനാൾ നിങ്ങളുടെ ബോധം പരിപൂർണമാകുമ്പോൾ, നിങ്ങൾക്കുള്ളിൽ ഇരുട്ടിന്റെ ചെറിയൊരു നിഴൽ പോലും അവിടെ ഇല്ലാതാകുമ്പോൾ, നിങ്ങളിൽ അബോധമായി ഒന്നും തന്നെ അവിടെ ഇല്ലാതാകുമ്പോൾ, എല്ലാം ബോധമായി തീരുമ്പോൾ, ആ പ്രകാശം ശോഭയോടെ കത്താൻ തുടങ്ങുമ്പോൾ, ആന്തരിക പ്രജ്ഞയാൽ നിങ്ങൾ പ്രകാശവാനായിത്തീരുമ്പോൾ, പെട്ടെന്ന് നിങ്ങൾ കാണും, ഈ പ്രകാശം പോലും നിങ്ങളുടെ പരിമിതിയല്ല, നിങ്ങൾക്കവിടെ യാതൊരു പരിധിയുമില്ലാതായിക്കഴിഞ്ഞു. എല്ലാ നൂറ്റാണ്ടുകളിലെയും മിസ്റ്റിക്കുകളുടെ മുഴുവൻ അനുഭവമിതാണ്. ഞാനും സ്വർഗ്ഗത്തിലെ എന്റെ പിതാവും ഒന്നാണ് എന്ന് ജീസസ് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നതിതാണ്. എനിക്ക് യാതൊരു പരിധിയുമില്ല എന്നദ്ദേഹം പറയുകയാണ്. ഞാനും സ്വർഗ്ഗസ്ഥനായ പിതാവും രണ്ടല്ല, ഒന്നാണ്. ഒരേ കാര്യം തന്നെ രൂപകങ്ങളുപയോഗിച്ചുകൊണ്ട് പ്രതീകാത്മകമായ രീതിയിൽ പറയുന്ന ഒരു രീതിയാണിത്. ഉപനിഷത്ത് കർത്താവായ ക്ഷി അഹം ബ്രഹ്മാസ്മി. ഞാൻ ബ്രഹ്മമാണ്. ഞാൻ ദൈവമാണ് എന്നുദ്ഘോഷിക്കുമ്പോൾ അർത്ഥമാക്കുന്നതുമാണ്. ഒട്ടും തന്നെ അബോധത നിലനിൽക്കാത്ത പൂർണ്ണ പ്രജ്ഞയുടേതായ അവസ്ഥയിലാണ് ഇതുച്ചരിക്കുന്നത്. അനാ ഉൽഹഖ്, ഞാൻ സത്യമാണ് എന്ന് സൂഫി മിസ്റ്റിക്കായ മൻസൂർ പ്രഖ്യാപിക്കുന്നതിന്റെ അർത്ഥവുമിതാണ്. ഈ മഹത്തായ ഉത്ബോധനങ്ങൾ വളരെ അർത്ഥവത്താണ്. അവ പറയുന്നത് ഇതുമാത്രമാണ്: നിങ്ങൾ നിങ്ങളുടെ ബോധത്തിന്റെ അത്രയും തന്നെ വലുതാണ്, ഒട്ടും കൂടുതലുമല്ല, ഒട്ടും കുറവുമല്ല.